സാറെ തലങ്കാവല് കണ്ടോ? നമ്മുടെ മമ്മൂക്ക. ഓ എന്തൊരു വയലൻസ് അല്ലേ. നാച്ചുറൽ ആക്ടിങ്. മമ്മൂക്കയല്ലേ, പിന്നെ പറയാനുണ്ടോ? ഈ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ? ഇല്ല സാർ. ഈ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പല മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഈ മോശം അനുഭവങ്ങളൊക്കെ നമ്മുടെ അബോധ മനസ്സിലേക്ക് പോയി കിടക്കുകയും വലുതാകുമ്പോൾ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിന് നമ്മൾ റിപ്രഷൻ എന്നാ പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. ഈ കുട്ടിക്കാലത്ത് നല്ല കെയർ കിട്ടാത്ത കുട്ടികൾ വലുതാകുമ്പോൾ ക്രിമിനൽ ടെൻഡൻസിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, സിനിമകൾ അതുപോലെ പലതരത്തിലുള്ള പത്രമാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ കുട്ടികളെ സ്വാധീനിക്കും. ഇപ്പോൾ സോഷ്യൽ ലേണിംഗ് എന്ന തിയറിയിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു റോൾ മോഡൽസ് പോസിറ്റീവ് ആയാൽ കുട്ടികൾ പോസിറ്റീവ് ആവും, ഇല്ലെങ്കിൽ കുട്ടികൾ നെഗറ്റീവ് ആവുമെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പം ന്യൂസ് പേപ്പർ തുറക്കാൻ തന്നെ തോന്നത്തില്ല. എല്ലാ ദിവസവും 2-3 വയലൻസ് ന്യൂസ് കാണും. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും സാർ? ഇതൊക്കെ നിയന്ത്രിക്കാൻ വഴിയുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നാണ് പറയുന്നത് ഇതിന്. നമുക്കിപ്പോൾ സമൂഹത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതിന് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാം, അതേസമയം തന്നെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടും പ്രതികരിക്കാം. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ് മെക്കാനിസം പോസിറ്റീവായിട്ട് കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. അപ്പൊ സൈക്കോളജി പഠിച്ചാൽ രണ്ടുണ്ട് ഗുണം. PSCക്കും മാർക്ക് കിട്ടും, സ്വഭാവവും നന്നാക്കാം അല്ലേ സാർ?